ജീവിതത്തിലെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി പേരില്ലേ? പല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലർ വേർപിരിഞ്ഞു പോകുമ്പോഴാകാം, ചിലർ ഏതെങ്കിലും വിദേശത്തിന് പോകുമ്പോഴാകാം, അല്ലെങ്കിൽ മാറി താമസിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോകുമ്പോഴാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമില്ലേ? പക്ഷേ ഈ ഒറ്റപ്പെടലും ഏകാന്തതയും ഒരേ സാമ്യമുള്ള വേടുകളാണെങ്കിലും അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നതാണ്. ഏകാന്തത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഏകാന്തമായി ഒന്നുമില്ലായെങ്കിൽ അങ്ങനെ നിർത്തുന്ന ഒരു പ്രക്രിയ. അതായത് വേറെ ചിന്തകളൊന്നുമില്ല, ശൂന്യമായ ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള നിർത്തലാണ്. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവിക്കണം എപ്പോഴാന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ അവരെ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്, ഇല്ലേ? നമ്മളൊരു കുടുംബത്തിൽ ജീവിച്ചു, 5 മക്കളുണ്ട്, 5 പേരും കൂട്ടായി ജീവിച്ചു. അവസാനം എല്ലാവരും നമ്മളെ ഇട്ടിട്ട് പോയി കഴിയുമ്പം അമ്മയ്ക്ക് അനുഭവപ്പെടുന്നതോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അനുഭവപ്പെടുന്നതോ ഒക്കെ ആയിരിക്കാം ഒറ്റപ്പെടൽ, ഇല്ലേ? എല്ലാവരും മാറി മാറി വേറെ സ്ഥലത്തേക്കൊക്കെ പോയപ്പോൾ ആരെങ്കിലും ഒരാൾ തന്നെയായി വരും. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ജീവിച്ചിരുന്ന ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും അങ്ങനെ സംഭവിക്കാം ഒറ്റപ്പെടൽ. ഏകാന്തതയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു ശൂന്യമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരികയും ചെയ്യും, ഇല്ലേ? ഈ സമയം ഈ ഏകാന്തതയും ഒറ്റപ്പെടുത്തലും ഒക്കെ നമ്മൾക്ക് സന്തോഷമുള്ള അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിലോട്ട് തന്നെ തിരിയുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. അതിനെ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് നമ്മൾ തന്നെ മനസ്സിനെ പാകപ്പെടുത്തുക. നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഏകാന്തത മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ നല്ല സുഹൃബന്ധങ്ങൾ കൂട്ടുകൂടി നടന്നിട്ടുണ്ട് നമുക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുക. യോഗ, മെഡിറ്റേഷൻ എന്ന് വേണ്ട അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്താൽ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് അതിലേക്ക് കൂടുതൽ വ്യാപൃതരായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിലേക്ക് പലരും വരും, അവരെല്ലാം പോവുകയും ചെയ്യും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായാൽ മതി. എപ്പോഴും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കും, നമ്മുടെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരാതിരുന്നാൽ മതി. പലർക്കും സംഭവിക്കുന്ന അതാണ്, എല്ലാവരും പോയി എന്നും പറഞ്ഞങ്ങിരിക്കും. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവരും എപ്പോഴും വന്നുകൊണ്ടിരിക്കില്ല, എല്ലാവരും നമ്മുടെ ചുറ്റും നിൽക്കില്ല. അവർക്ക് അവരുടേതായ ഓരോ കർമ്മമണ്ഡലങ്ങളുണ്ട്, അങ്ങോട്ട് അവർക്ക് പോകാതെ പറ്റില്ല എന്ന് നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മപ്പെടുത്തണം. അവരതിൻ്റെതായ കാര്യങ്ങൾ ചെയ്താൽ അവർ സന്തോഷത്തോടെ പോകുന്നു. നമ്മുടെ അടുത്തുനിന്ന് പോകുന്നവർ നമ്മളെ അപ്പം തന്നെ മറന്നു കാണും, ഇല്ലേ? അവർക്ക് അതിൻ്റെതായ മേഖലകളിലേക്ക് ആ സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ മറക്കും. പിന്നെ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ആ ചുറ്റുവട്ടത്തു നിന്ന് ആദ്യം തന്നെ നമ്മളൊരു മാറ്റം സ്ഥാപിക്കുക. അതായത് നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റുക. നമ്മുടെ ചിന്തകളെ നല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡ് കൊണ്ട് നിറയ്ക്കുക. അതിനകത്തേക്ക് എന്നെന്ന് പറയണത്, നമുക്കിത് ചെയ്യാൻ പറ്റും, ഈ സമയമാണ് എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് യാത്ര പോകണോ, എനിക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ അത് സാധിക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, നല്ല ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കണോ, അത് കഴിക്കാൻ പറ്റും. നമുക്ക് എന്താണോ ആഗ്രഹങ്ങൾ അതെല്ലാം സാധിക്കുന്ന സമയമാണ് ഈ ഒറ്റപ്പെടലിൻ്റെ സമയം, അല്ലേ? നമ്മുടെ ശ്രീബുദ്ധൻ പോലും ഏകാന്തത അനുഭവിക്കണം എന്നാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഏകാന്തത അനുഭവിക്കണം. ഏകാന്തതയുടെ കാരണം അതിൽ ഭയങ്കര സന്തോഷം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും എന്നാണ് ശ്രീബുദ്ധന്റെ ഗ്രന്ഥങ്ങളിൽ കൂടി പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഏകാന്തതയിലിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു കൂട്ടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കും. വേറെ ഒരു ശല്യങ്ങളും പുറത്തുനിന്നില്ലല്ലോ. അപ്പം നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഇനി ഒറ്റപ്പെടുന്ന സമയമാണെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും പൂച്ചെടി കൃഷിയോ പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാം. ഒത്തിരി പേര് അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കണവർ ജീവിതത്തിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്ന വ്യക്തികളുണ്ട്. ഭയങ്കര സന്തോഷത്തോടെ നടക്കുന്ന ഒത്തിരിയോ വ്യക്തികളുണ്ടെന്നറിയാവും. ശ്രീബുദ്ധൻ ബോധിസത്വയായിട്ടിരിക്കുന്ന സമയത്തെ ശ്രീബുദ്ധന് ഒരു തോന്നലുണ്ടായി. ശ്രീബുദ്ധനാകുന്നതിന് തൊട്ടു മുമ്പ്, അതായത് വനത്തിൽ പോയി ഏകാന്തത എന്താണ് അനുഭവിക്കണം എന്നൊരു തോന്നല്. അതിനുവേണ്ടി ശരീരത്തെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് ഭക്ഷണങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഭയങ്കരമായിട്ട് 5 ശിഷ്യന്മാരോടുകൂടി ഇങ്ങനെ വനത്തിക്കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു. അപ്പോൾ കുറെ കഴിഞ്ഞപ്പം ശ്രീബുദ്ധന് തന്നെ മനസ്സിലായി അതുകൊണ്ടൊരു കാര്യവുമില്ല, ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയിൽ ഗ്രാമത്തിലേക്ക് വന്ന് അവിടുന്ന് ഭക്ഷണങ്ങളൊക്കെ യാചിച്ച് മേടിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു.
അങ്ങനെ ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോധോദയം ഉണ്ടാകുകയില്ല, നമ്മളൊരു ജ്ഞാനിയായി തീരില്ല എന്നും പറഞ്ഞ് അവരിട്ടിട്ടുപോയി. പിന്നീട് തന്നെയായി പിന്നെ വീണ്ടും മനത്തിലേക്ക് തിരിച്ചുപോയി ധ്യാനനിരതനായിട്ടിരുന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ ശ്രീബുദ്ധനായിട്ട് തീരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒറ്റപ്പെടൽ അതിനൊരു നിമിത്തമായിട്ട് നമ്മൾ കൂട്ടിയെടുക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ ഈ ഒറ്റപ്പെടുത്തൽ നമുക്കൊരു നിമിത്തമാണ്. ആ സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് ഇല്ലേ? എന്നാൽ ഏകാന്തത നേരെ തിരിച്ചാണ്. നമ്മൾ മറ്റുള്ളവർ ഇല്ലാത്ത സമയത്ത് നമ്മളിൽ ഒരു സന്തോഷം കണ്ടെത്തുകയാണ് ഏകാന്തത ചെയ്യുന്നത് ഇല്ലേ? മറ്റത് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക, ആരിൽ കൂടിയോ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നു. മറ്റൊരാളിലാണ് നമ്മുടെ സന്തോഷം മുഴുവൻ ഇരിക്കുന്നത്. എന്നാൽ ഏകാന്തത നമ്മളിൽ തന്നെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. ഇതാണ് ഇത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഏകാന്തതയിലും ഒറ്റപ്പെടലും നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് യോഗ, മെഡിറ്റേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ സന്തോഷമാക്കി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പഴയ ഊർജ്ജസ്വലരായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം ഒത്തിരി പേര് ഇങ്ങനെ ഒറ്റപ്പെടലിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്വന്തം വീടുകളിൽ തന്നെ തനിച്ചായി പോകുന്ന, 4 ചുവരുകൾക്കുള്ളിൽ പെട്ടുപോയ ഇത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപയോഗപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളൊരു റോസാപുഷ്പത്തിനെ കണ്ടാലും അതിൽ സന്തോഷം കണ്ടെത്തുക. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മളിലേക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കിക്കേ. അപ്പോൾ നമുക്ക് ഈ ഒറ്റപ്പെടലോ ഈ ഏകാന്തതയോ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. അതിന് പ്രായവ്യത്യാസം ഒന്നുമില്ല കേട്ടോ. ഈ ഒറ്റപ്പെടലിന് ഏകാന്തത ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സമയവും കടന്നു വരാം. അപ്പം നമ്മളെ തന്നെ സന്തോഷവാന്മാരാക്കി ജീവിക്കുകയാണ് അതിൽ ഏറ്റവും നല്ല മാർഗം ഇല്ലേ? മറ്റുള്ളവർക്ക് നമ്മളായിട്ട് ഒരു ചിരിയുടെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ ഒരു വൈബ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ എപ്പോഴും നിരാശയിലോ സങ്കടത്തിലോ നമ്മൾ കടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കൊച്ചു ജീവിതത്തിൽ നിരാശ ഏകാന്തതയാണെന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു പ്രയോജനം. ആർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അവർക്കും അതിൻ്റെതായ പ്രാരാബ്ദങ്ങളും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സന്തോഷം വീണ്ടെടുക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നല്ല ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുക, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി യാത്രകൾ ചെയ്യുക, അതിനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, ശരിയല്ലേ? നിങ്ങൾ കമൻറ്റുകൾ ഇട്ടേരെ എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന്. ഓക്കെ.